പാലക്കാട് അട്ടപ്പാടിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതൂർ പട്ടിമേളം ഊരിലെ മുരുകേഷാണ് മരിച്ചത്. വിവരങ്ങളുമായി ശ്രീകുമാരൻ. ശ്രീത്ത്, സംഭവം എന്താണെന്നാണ് പോലീസ് പറയുന്നത്? ഇത് ഒരു ഒഴിഞ്ഞ പ്രദേശമായിരുന്നു. ആ മേഖലയിലാണ് ഇന്ന് രാവിലെയോടുകൂടി മരിച്ച നിലയിൽ ഈ മുരുകേഷിനെ 40 വയസ്സുകാരനാണ് കണ്ടെത്തിയത്. അസ്വാഭാവികതകൾ ഒന്നും മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ. തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി. അതിൻ്റെ നാൾ വഴികളിലേക്ക് ഞാൻ കിടക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ ഇത്ര വലിയൊരു ശതമാനം പൂർത്തീകരിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ അത് പരിപൂർണമായി സമയബന്ധിതമായും അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ലോകത്തെവിടെയുമുള്ള മലയാളി ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതും ഇതിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യും. അത് എപ്പോൾ പൂർത്തീകരിക്കാനാകും, എങ്ങനെ പൂർത്തീകരിക്കാനാകും, ഇത് രണ്ടും നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കർക്കശ സമീപനവും മേലിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ചും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഈ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധ്യമാകുന്ന ഒരു നില ഉണ്ടാകണം. അതിന് സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന കാര്യം ശ്രദ്ധപ്പെടും. മുൻപ് ഇതുപോലൊരു കൂടിക്കാഴ്ച കഴിഞ്ഞ് വന്ന സമയത്താണ് 2025 ഡിസംബറോടുകൂടി പ്രധാന റീച്ചുകളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്നു മാധ്യമങ്ങളോട് മിനിസ്റ്റർ പറഞ്ഞത്. ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യം കേരളം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്തതിന് ശേഷം അല്ല, നമുക്ക് നോക്കാം. ചർച്ച കൂടി കഴിയട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് ചർച്ചയ്ക്ക് ശേഷം അതിന്റെ കാര്യങ്ങൾ പറയാം. അതിലൊരു പ്രയാസമുള്ള കാര്യമില്ല. അന്വേഷണം കൂടുതൽ വിശദമായിട്ട് വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. ഇപ്പോൾ NHAയുടെ പ്രൊജക്ട് ഡയറക്ടർ, സൈറ്റ് എഞ്ചിനീയർ അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്യുക, ഡിസ്മിസ് ചെയ്തുള്ള നടപടികൾ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം കൂടുതലായിട്ട് അല്ല, ഇതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യട്ടെ. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ പദ്ധതി പൂർത്തീകരിക്കണമല്ലോ. പദ്ധതി പൂർത്തീകരിക്കേണ്ട എന്നുള്ള അഭിപ്രായം കേരളത്തെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടാവുമോ? പദ്ധതി പൂർത്തീകരിക്കണം. അപ്പോൾ പദ്ധതി പൂർത്തീകരിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും, എപ്പോൾ പൂർത്തീകരിക്കാനാകും, സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൽ ഇനി എന്തൊക്കെ സഹായമാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും കൂടുതൽ കേരളത്തിന് ഏറെ ഉണർവ് ഏകുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. ചർച്ചയ്ക്ക് ശേഷം പറയാം. ചർച്ചയ്ക്ക് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. പി എം മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയൊക്കെ ചർച്ചയിലുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിക്കാഴ്ചകൾക്ക് മുൻപ് സംസാരിക്കുകയായിരുന്നു പൊതുമരാമത്ത് മന്ത്രി.